ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് ഡേ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് മാച്ച് ആവില്ല, ബാധിക്കില്ല. നിങ്ങൾക്ക് മാച്ച് ആവുന്ന മെസ്സേജസ് നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് മാച്ച് ആവാത്ത മെസ്സേജസ് വേറെ ജെമിനായിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രം ആണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ ആണ് ആ റീഡിങ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും നിങ്ങൾക്ക്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം വാട്സാപ്പിൽ, അതല്ല വെച്ചാൽ ഇമെയിൽ അയക്കാം. അതും അല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, എന്താണ് അവരുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ ജെമിനായി എന്താണ് നിങ്ങളുടെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ജസ്റ്റിസ്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഏസ് ഓഫ് വാൻസ്, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റ് എനർജി എന്താണ്. 8 ഓഫ് വാൻസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്. സ്ട്രെങ്ത്, ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഏസ് ഓഫ് സോഡ്സ്, എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. 4 ഓഫ് സോഡ്സ്, എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. 9 ഓഫ് കപ്സ്, എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്. 7 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ. 2 ഓഫ് പെൻറ്റിക്കിൾസ്, ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ ജെമിനായി ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓവറോൾ എനർജി നിങ്ങളുടെ. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. പൊതുവേ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടണു, മറ്റേ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. അപ്പോൾ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിരിക്കണു. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു പേഴ്സൺ മേ ബി വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആയിരിക്കാം. പക്ഷേ നമ്മൾക്കിത് എന്താണെന്ന് നോക്കാം. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്. ചാരിയറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ചാരിയറ്റ് എനർജി ക്യാൻസർ എനർജിയാണ്. ഇത് മുമ്പോട്ടേക്ക് പോകുന്ന എനർജിയാണ്. ഫോർവേഡ് മൂവ്മെൻറ്റ്, സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു ബാഗേജിനെ, ഇപ്പോൾ എന്തോ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ വിട്ട് ഇപ്പോൾ പുതിയ തുടക്കത്തിലേക്ക് പോകണം, പുതിയ ഒരു ബിഗിനിങ്ങിലേക്ക് പോകണം. പാസ്റ്റിൻ്റെ ഇഷ്യൂസ്, പാസ്റ്റിൻ്റെ ആൾക്കാർ, അവരെയൊക്കെ വിട്ട് നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണേ ഈ മാസം. ജസ്റ്റിസ് എനർജിയാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ജസ്റ്റിസ് ഒരു ഫെയർനെസ്സിൻ്റെ എനർജിയാണ്, ബാലൻസിൻ്റെ എനർജിയാണ്. കാർമിക് ജസ്റ്റിസ് ആയിരിക്കാം. ഇത് ഒരു ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. ചില കേസസിൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അതുകൊണ്ട് അവർ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണം, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഫീലിങ്സ് ഉള്ളത്. പക്ഷെ അവരൊരു ഡിവോഴ്സ് കേസോ ഇല്ല വെച്ചാൽ ഒരു സെപ്പറേഷൻ ലീഗൽ കേസിൽ ഇൻവോൾവ് ആയിരിക്കാം. അതല്ല വെച്ചാൽ അവർ മാരീഡ് ആയിരിക്കാം, അതുകൊണ്ട് അവർ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്, ഈ സിറ്റുവേഷനെ ശരിയാക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഡിസ്റ്റൻസിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ വേറൊരു സ്ഥലത്തുമായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്ത് വരണം നിങ്ങളുടെ അടുത്തേക്ക്, കുറച്ച് ദൂരെയാണ് താമസം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. പക്ഷേ അവർക്ക് ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വേണം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ ഏസ് ഓഫ് വാൻസ് ആണ് കാണുന്നത്. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്
ഒരു കുറേ പാഷൻ ഉണ്ട്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്. ലവേഴ്സ് ജെമിനായി എനർജിയാണ്, സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങളെ എത്രയും പിരിഞ്ഞാലും നിങ്ങളുടെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷൻ അതൊരു മാഗ്നറ്റിക് കണക്ഷൻ മാതിരിയാണ്. എപ്പോഴും നിങ്ങൾ ആദ്യം തിരിച്ച് വരും. പറഞ്ഞാൽ ആദ്യം ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവും. നിങ്ങൾ എത്രയും സെപ്പറേറ്റഡ് ആയാലും ഈ സിറ്റുവേഷൻ ആദ്യം തിരിച്ച് അവിടെ തന്നെ വന്ന് സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇവിടെ എംപ്രസ് എനർജി ഉണ്ട്. എംപ്രസ് എനർജി കുറേ ഗ്രോത്തിൻ്റെ എനർജിയാണ്, കുറേ ഒരു അട്രാക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ആദ്യം തിരിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 8 ഓഫ് വാൻഡ്സ് ആണ് പാസ്റ്റിൻ്റെ സിറ്റുവേഷനിൽ കാണുമ്പോൾ കുറേ കമ്മ്യൂണിക്കേഷൻ കാണാണ്ട്, പക്ഷേ ട്രാവൽഡ് എനർജി കാണാണ്ട്. ചിലവർ വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഏതോ ഒരു വേറെ പേഴ്സൺ ഇൻവോൾവ് ആയതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ഇല്ല, ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്നാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടണേ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെപ്പോഴും ഈ പേഴ്സണെ മിസ് ചെയ്യും. അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടാവും നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളതിനെ കൺട്രോളാണ് ചെയ്യണേ. നിങ്ങളുടെ ഈഗോ അത് സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലോലി ഈ സിറ്റുവേഷനിൽ മുമ്പോട്ടേക്ക് പോകാനാണ് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ മാതിരി റീകൺസിലിയേഷൻ്റെ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോകണത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെയാണ് ആ സ്റ്റെബിലിറ്റി ഉള്ളത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു സ്റ്റേബിളായി ഫീലിംഗ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങളെ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണു. നിങ്ങൾക്ക് ഇവിടെ റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് സോഡ്സ് ആണ്. അപ്പോൾ അവർ സഡൻലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഇല്ലാച്ചാൽ അവർക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം. കുറേ ഡിഫിക്കൽട്ട് സമയം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു പുതിയ ബിഗിനിങ് വേണം നിങ്ങളുടെ കൂടെ. ഇപ്പോൾ ഇവരുടെ മനസ്സിൽ കുറേ ക്ലാരിറ്റി ഉണ്ട് അവരുടെ ഫീലിങ്സിനെ കുറിച്ച്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ എന്തോ ഒരു സിറ്റുവേഷൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും എന്തോ അവർ ചെയ്തു, അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി. കുറേ സമയം വരെ അവരുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. 4 ഓഫ് സോഡ്സ് ആണ് ഇൻറ്റൻഷൻ നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഹീൽ ചെയ്യാൻ, ഈ സിറ്റുവേഷന് ഹീൽ ചെയ്യണം, ശരിയാക്കണം. കുറച്ചുകൂടിയും സമയം കൊടുത്താൽ ഈ സിറ്റുവേഷൻ എല്ലാം ശരിയായിട്ട് നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യാമെന്നാണ് നിങ്ങളുടെ പ്ലാൻ ഉള്ളത്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കുറേ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇതുണ്ടാവോ, എന്താണ് ഈ പേഴ്സൻ്റെ റിയാക്ഷൻ ഉണ്ടാവുക, നിങ്ങൾക്കത് അറിയില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 9 ഓഫ് കപ്സ് ആണ്. അവർ എല്ലാ ദിവസവും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രേ ചെയ്യണത്, ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന്. അവരുടെ മനസ്സിൽ അതാണ് അവരുടെ ഫീലിംഗ് ഉള്ളത്. അത് നിങ്ങളുടെ കൂടെയാണ് അവരുടെ ഫ്യൂച്ചർ ഉള്ളതെന്ന്. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് പേടി എന്താ വെച്ചാൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ അവരെ കട്ട് ഓഫ് ചെയ്യുമെന്ന് ആ പേടിയുണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകില്ല. നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുത്തോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. കുറേ ഹാർട്ട് ബ്രേക്കിംഗ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കുറേ ഈ സെപ്പറേഷൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ വിഷമമുണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ വിഷമം കൂടി ഉണ്ട്. ഇവിടെ ഒരു മാരേജ് ഞാൻ കാണുന്നുണ്ട്. മാരേജ് ഇൻവോൾവ് ആയിരിക്കും. നിങ്ങളോ അവരോ ആരോ ഇവിടെ മാരീഡ് ആയിരിക്കാം. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ ഞാൻ കാണുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അവർ 2 ഓപ്ഷൻസിനെ ബാലൻസ് ചെയ്യാൻ നോക്കണു. അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് ആൻഡ് വേറെ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവർക്ക് 10 ഓഫ് സോഡ്സ് എന്തോ ഒരു ബിട്രിയലുടെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ അവർ ഏതോ ഒരു പേഴ്സണെ ബിട്രേ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവർക്കറിയാം. ഇപ്പോൾ അത് നിങ്ങളാണോ മറ്റേ പേഴ്സണാണോ അത് നമ്മൾക്ക് ഔട്ട്കമ്മിൽ കാണാം. അപ്പോൾ ഔട്ട്കമാണ് ഡെവിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട്. ടോക്സിക് എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയുടെ കാരണം ഈ സിറ്റുവേഷനിൽ
ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ഈ മാസം എന്തോ ഒരു ബാലൻസ് കാണാണ്ട്, റീകൺസിലിയേഷൻ കാണാണ്ട്. പക്ഷേ അതുണ്ടായാലും ഇവിടെ ഒരു ഫാമിലിയുടെ എനർജി ഉണ്ട്. ഏതോ ഒരു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഇവിടെ മാരീഡ് ആണ്, ഫാമിലി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്താലും ഇവിടെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നമ്മൾക്ക് നോക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇവിടെ എല്ലാം സൈൻസ് കാണുന്നത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോവുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ഈ സിറ്റുവേഷനെ മുമ്പോട്ട് കൊണ്ടുപോകുണ്ടാവുക. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി മാരേജ് തന്നെ ആവണം ഇല്ല. ഫാമിലിയുടെ സൈഡിൽ നിന്നും തേർഡ് പാർട്ടി ആവാം. ഇപ്പോൾ ഫാമിലി ഓക്കെ അല്ല വെച്ചാൽ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. എന്തായാലും ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളിലും ഫ്യൂച്ചർ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി? ഒറക്കിൾ മെസ്സേജ്, ജെമിനൈയുടെ ഒറക്കിൾ മെസ്സേജ് മേക്ക് ദ എഫേർട്ടാണ്. അപ്പോൾ ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പോൾ ഇവിടെ മേക്ക് ദ എഫേർട്ടാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് എഫേർട്ട് എടുക്കാനാണ് പറയണത്. ഏതും കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീകൺസിലേഷൻ വേണം വെച്ചാൽ അതിൽ എഫേർട്ട് ഇടുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ തുടക്കം വേണം, ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് വേണ്ട, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് വെച്ചാൽ അതിലും എഫേർട്ട് ഇടണം. എന്താ വെച്ചാൽ അത് ഡിഫിക്കൾട്ടാണ്. ഒരു പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ആ ഒരു എനർജീനെ പിടിച്ചിരിക്കുക പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. പക്ഷേ ആ എഫേർട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെന്താ തീരുമാനിക്കുകയാണ് വെച്ചാൽ അതിൽ എഫേർട്ട് ഇടാമെന്നാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ. അപ്പോൾ ഇവിടെ സയൻസ് ഞാൻ കാണുന്നത് ഫയർ സൈൻസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ് ഉണ്ട്, ടോറസ് ഉണ്ട്, കുറേ അക്വേറിയസ് ലീബ്ര ജെമിനൈയും ഉണ്ട്. അപ്പോൾ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനൈ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, റെസൊനേറ്റായി അങ്ങനെയാണ് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിങ്ങിൻ്റെ അപ്പുറം ബോണസ് റീഡിങ് വേണം വെച്ചാൽ അതും കമൻറ്റിൽ എഴുതുക, ബോണസിന് എഴുതിയാൽ ഏത് സൈനിന് ഏറ്റവും കൂടുതൽ ബോണസ് റീഡിങ് കിട്ടിയ വെച്ചാൽ ആ സൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോണസ് റീഡിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബോണസ് എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഇതിൽ എപ്പോഴും നിങ്ങൾക്കൊരു കൃത്യമായി ഒരു ഔട്ട്കം കിട്ടില്ല. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ഔട്ട്കം എന്താ ഉണ്ടാവുകയെന്ന് അത് കിട്ടും. അപ്പോൾ അതിൽ ക്ലാരിറ്റി വരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.